അമേരിക്കയിൽ നോബൽ സമ്മാനം ലഭിക്കാത്തതിൻ്റെ വല്ലാത്ത തിളപ്പിലും വിഷമത്തിലും കിടന്ന് അതൊരു വല്ലാത്ത ഫ്രസ്ട്രേഷനായി മാറി ഈ ലോകരാജ്യങ്ങളുടെ എല്ലാം മുകളിൽ ഞാനാണ് അധിപതി എന്നൊരു തോന്നലുമായി നിൽക്കുന്ന മറ്റാരുമല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ശക്തരിൽ ശക്തനെന്ന് നടിക്കുന്ന ഒരു ഭരണാധികാരി, അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഇപ്പോൾ വെനസ്വലയോട് ഒരു പ്രണയം. വെനസ്വലയെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യുക, വെനസ്വലയെ പിടിച്ചടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാത്രിയിൽ തൻ്റെ പട്ടാളവുമായി ഒരു രാത്രിയിൽ പെട്ടെന്ന് തന്നെ ഒരു സൈനിക വിന്യാസം നടത്തിക്കൊണ്ട് വെനസ്വലയിലെ അവിടുത്തെ പ്രധാനിയായ പ്രസിഡന്റിനെ പിടിച്ചടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെ കൊണ്ടുവന്ന് ന്യൂയോർക്കിലെ ഒരു ജയിൽ, മാൻഹട്ടൻ ജയിലിൽ കൊണ്ടുവന്ന് തടവറയിലാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വിറപ്പിച്ച് നിർത്താൻ ഈ ഡൊണാൾഡ് ട്രംപ് ആണോ ലോക പോലീസ് ആണോ? അങ്ങനെ ലോക പോലീസ് ചമയാണോ? ഇറാനെതിരെ ആക്രമണം, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തുക. അവസാനം ഇറാൻ എന്ന് പറയുന്ന ശക്തമായ രാഷ്ട്രം തിരിച്ചടിക്കുന്നു. ഇറാൻ പോയി പണി നോക്കാൻ പറയുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ ഗൾഫ് നാടുകളിൽ കിടക്കുന്ന അമേരിക്കയുടെ ആർമിക്കെതിരെ ഇവിടുത്തെ ഒരു തൊടുത്തുപിടിയിലുണ്ടാകുന്നു. തീർന്നു. അതോടുകൂടി ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വിറപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന് മുട്ടുവിറച്ചു.